ഹായ് ഗൈസ്, നല്ല മടിയുള്ളൊരു ഞായറാഴ്ചയാണിന്ന്. പക്ഷേ എനിക്ക് ഇവനിന്ന് കുത്തിപ്പൊക്കിയേ പറ്റൂ. സൺറൈസ് കാണുന്നുള്ള ആഗ്രഹമായി ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര. പക്ഷേ സൂര്യൻ നമ്മളെ പറ്റിച്ചു. സൂര്യൻ കുറച്ച് നേരത്തെ ഉദിച്ചു. മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പം നമ്മൾ എടക്കാട് ടൗണിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരാളെ കൈവീശി കാണിക്കുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളിലെത്തി. ഇവനാണ് ചിക്കു. മുഴപ്പിലങ്ങാട് എന്ന് കേട്ട എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഡ്രൈവിംഗ് ബീച്ച് തന്നെയല്ലേ? കാർ ഓടിച്ച് ബീച്ചിലിറങ്ങാനുള്ള റെയർ എക്സ്പീരിയൻസ് കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ മുഴപ്പിലങ്ങാട് ബീച്ച്. നല്ല ലോങ് വാക്ക്വേയും ഇപ്പോൾ ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലുണ്ട്. ഇത് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. ഇനി കുറച്ച് പണികൾ കൂടിയുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കിന് ഓപ്പണാക്കി കൊടുത്തിട്ട് കുറച്ചായി. അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൈറ്റ് വൈബും അടിപൊളിയാണ്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത്ര അടിപൊളിയാണെങ്കിലും ഇവിടത്തേക്ക് വരുന്ന വഴികൾ ഇടുങ്ങിയതായതുകൊണ്ട് വീക്കെൻഡ്സിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഏതൊരു ഡെവലപ്മെൻറ്റും പൂർത്തിയാവുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. അതിന് വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം മതി. ഇതാണ് മുഴപ്പിലങ്ങാട് ഭാഗത്തു നിന്നുള്ള എൻട്രൻസ്. ഇവിടെ കണ്ണൂരിൻ്റെ തനത് കലാരൂപമായ തേക്കൊലങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഏതൊക്കെയാ തെയ്യം എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. തെയ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കണ്ണൂരിൻ്റെ കഥ പറയുന്ന കുറേ ചിത്രങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.